തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുക്കി വെക്കുന്നത് ആർക്കാകും? വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ. ദൈവമോ അവനോട്, മൂഢാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. പ്രിയമുള്ളവരെ, ദ്രവ്യാഗ്രഹം വെടിഞ്ഞ് ദൈവാനുഗ്രഹത്തിലേക്കുള്ള മടക്കമാണ് ഈ വചനത്തിൻ്റെ ആധാരം. കോടീശ്വരന്മാർ പെരുകി വരുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഭാരതവും അവരുടെ എണ്ണത്തിൽ നല്ല സംഭാവന നൽകുന്നുണ്ട്. സ്ത്രീകളും അക്കൂട്ടത്തിലുണ്ട്. കോടീശ്വരിയായ ഒരു ഇന്ത്യൻ വനിതയുടെ സംക്ഷിപ്ത ചരിത്രം ദിനപത്രങ്ങൾ ഈയിടെ പ്രസിദ്ധീകരിച്ചിരുന്നു. ദരിദ്രന്മാരുടെ എണ്ണം ഏറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഒക്കെ സമ്പന്നരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ദരിദ്രന്മാരുടെ എണ്ണവും വർദ്ധിപ്പിക്കുന്നു. സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള ഒരു വിടവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പത്തൊരു ദോഷമല്ല, പക്ഷെ അതിനെ കൈകാര്യം ചെയ്യുന്ന വിധമാണ് ദോഷകരമാകുന്നത്. സമ്പത്ത് ദൈവത്തിൻ്റെ ദാനവും അനുഗ്രഹവുമാണ്, ദൈവകരുണയുടെ പ്രതിഫലനവുമാണ്. സമ്പത്ത് സ്വരൂപിക്കുന്നത് ആർക്കും അനുഗ്രഹമാകില്ല. പങ്കിടുമ്പോഴാണ് അതെല്ലാവർക്കും ധന്യമായി ഭവിക്കുന്നത്. ജീവൻ്റെ ആധാരം എന്തായിരിക്കണം എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്ന വേദഭാഗമാണിത്. ഭൗതിക വസ്തുക്കൾ ജീവൻ്റെ അടിത്തറയാകുവാൻ പാടുള്ളതല്ല. ആധാരം ഇളക്കുവാൻ ഒരിക്കലും ഇടയാകരുത്. വസ്തുവകകൾ മാറി മറയുന്നവയാണ്. സ്ഥായിയായുള്ളതിൽ കാലുറപ്പിച്ചെങ്കിലേ നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ. സകല ദ്രവ്യാഗ്രഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. ചിലർ വിചാരിക്കുന്നത് ജീവൻ്റെ ആധാരം സമ്പത്താണെന്നാണ്. പണമാണ് അവർ സമ്പത്തായി കരുതുന്നത്. സമ്പത്തുള്ളത് കൊണ്ട് മാത്രം എല്ലാം നേടിയെന്ന് വിചാരിക്കുന്നത് തികഞ്ഞ വിഡ്ഢിത്തരമാണ്. സമ്പത്തിൻ്റെ കൊടുമുടിയിൽ വിഹരിച്ചിരുന്ന പലരും ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ അടിത്തട്ടിലേക്ക് വീണുപോയത് ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ശ്രീബുദ്ധൻ പഠിപ്പിച്ചു, ആഗ്രഹങ്ങളാണ് ജീവിത ദുഃഖങ്ങളുടെ അടിത്തറയെന്ന്. ആഗ്രഹങ്ങളെ ഒഴിവാക്കിയാൽ സായുജ്യം നേടാം. യേശു പഠിപ്പിക്കുന്നത് ആഗ്രഹങ്ങളെ കൈയൊഴിയുക എന്നുള്ളതല്ല, ഉത്തമമായ ആഗ്രഹങ്ങളെ കൈക്കൊള്ളുക എന്നതാണ്. ദ്രവ്യാഗ്രഹം കൈവിട്ട ശേഷം ദൈവാഗ്രഹം കൈമുതലാക്കണം. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ ക്രിസ്തുവിനെ നേടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. നമുക്ക് ദൈവം തരുന്ന സമ്പത്ത് മറ്റുള്ളവരുടെ കൂടെ വേദനയും നൊമ്പരവും അടക്കുവാനും അവരുടെ സ്വാന്തനത്തിനും ഉള്ളതാണെന്ന് നാം ചിന്തിക്കണം. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ളത് ഒരു എപ്പിക്യൂരിയൻ സിദ്ധാന്തമാണ്. ക്രിസ്തീയത അതിന് നേർവിപരീതമാണ്. ക്രിസ്തീയത പങ്കിടുക, ചേർത്ത് നിർത്തുക, വിശപ്പടക്കുക, ഇതൊക്കെയാണ് ക്രിസ്തീയതയുടെ സുഹൃതം എന്ന് പറയുന്നത്. അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ ദൈവത്തെയും മറ്റുള്ളവർക്ക് അവനൊരു അനുഗ്രഹമായി തീരണമെന്നുള്ള ദൈവ താല്പര്യവും നാം പാടെ മറന്നു പോകുമ്പോൾ ദൈവം നമ്മെ വിളിക്കും, മൂഢാ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചതൊക്കെയും ആർക്കാകും? വേദപുസ്തകത്തിൽ 3 ഇടങ്ങളിലാണ് മൂഢ എന്ന് വിളിക്കുന്നത്. 1, ഈ ധനവാനായ മനുഷ്യനെയാണ്. 2, ദൈവവചനം കേട്ടിട്ടും കൈക്കൊള്ളാതെ പോകുന്ന മനുഷ്യനെയാണ്. 3, ദൈവമില്ല എന്ന് ഹൃദയത്തിൽ പറയുന്നവനെയും മൂഢ എന്നാണ് ദൈവം വിളിക്കുന്നത്. നാം ഇന്ന് ഏത് ഗണത്തിൽ പെടുന്നു? നമുക്ക് മടങ്ങി വരാം ദൈവാനുഗ്രഹത്തിലേക്ക്, ദൈവത്തിൻ്റെ കരുണയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.